നമുക്കൊരു അടിപൊളി എഗ് നൂഡിൽസ് ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കി അതിലേക്ക് 3 പാക്കറ്റ് നൂഡിൽസ് ഇട്ട് കൊടുക്കുന്നു. ഇവിടെ ഞാൻ ഇൻഡോമിയുടെ നൂഡിൽസാണ് യൂസ് ചെയ്യുന്നത്. ഇത് അധികം കൊഴിഞ്ഞു പോകാതെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് നൂഡിൽസിന് ആവശ്യമായിട്ടുള്ള മുട്ടയൊന്ന് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് പാനിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചൊന്ന് ചൂടാക്കുക. ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് 3 മുട്ട ഒഴിച്ച് നന്നായിട്ട് ചിക്കി പൊരിച്ചെടുക്കുക. മുട്ടയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കുരുമുളകും പൊടി ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതേ പാനിലേക്ക് കുറച്ച് ബട്ടറും വെജിറ്റബിൾ ഓയിലും കൂടെ ഒഴിക്കുക. ചൂടായി വരുമ്പോൾ അതിലേക്ക് പൊടിയായിട്ടരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും 1 ടേബിൾ സ്പൂൺ ചേർക്കുക. ഇതിലേക്ക് തന്നെ 1 സവാള പൊടിയായിട്ടരിഞ്ഞ് ചേർക്കുക. ഇതൊന്നും അധികം മൂക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോർഷൻ ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് ഇതിലേക്ക് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ബീൻസും ക്യാരറ്റും ക്യാബേജുമാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് കോളിഫ്ലവർ, ഗ്രീൻ പീസ് ഒക്കെ ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. എന്നിട്ട് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് തീ കൂട്ടി വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇത് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മറ്റു ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 1 ടേബിൾ സ്പൂൺ സോയാ സോസും ചേർത്ത് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ എല്ലാം പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നൂഡിൽസ് ചേർക്കാം. നൂഡിൽസ് ചേർത്ത് തീ നന്നായിട്ട് കൂട്ടി വെച്ച് നമ്മുടെ മുട്ടയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇങ്ങനെ ഇളക്കുമ്പോൾ തീ നന്നായിട്ട് കൂട്ടി തന്നെ വയ്ക്കുക. അപ്പോഴാണ് നമുക്ക് ഒട്ടി പിടിക്കാതെ നമ്മുടെ ഹോട്ടലിലൊക്കെ കിട്ടുന്ന സ്റ്റൈലിലുള്ള നൂഡിൽസ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നത്. ഇത് ഏകദേശം നന്നായി ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് വീണ്ടും ഇളക്കാം. ഈ സമയത്ത് ഉപ്പ് ഒന്ന് നോക്കി വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഫൈനലി കുറച്ച് സ്പ്രിംഗ് ഓണിയനോട് ചേർത്ത് ഇളക്കിയാൽ നമ്മുടെ ഹോട്ടൽ സ്റ്റൈൽ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബൈ ബൈ.